hello, welcome back to my channel Sci Math Tech. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. നമ്മുടെ ഹാർട്ടും ഇലക്ട്രിസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഹാർട്ട് എങ്ങനെ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം പോലെ തന്നെ നമ്മുടെ ഹാർട്ടിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ടാക്കുന്ന സിഗ്നൽസ് ട്രിഗർ ചെയ്യുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഈ സിഗ്നൽസ് കാരണം ഹാർട്ടിൻ്റെ മസിൽ കോൺട്രാക്റ്റ് ചെയ്യും. ഓരോ കോൺട്രാക്ഷനിലും ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി പമ്പ് ചെയ്യും. ഈ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർട്ടിൻ്റെ അപ്പർ ചേമ്പേഴ്സ്, അതായത് ഏട്രിയത്തിൽ നിന്നാണ്, ടു ലോവർ ചേമ്പേഴ്സ്, അതായത് വെൻട്രിക്കിളിലേക്കാണ്. അതിനുശേഷമാണ് ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് ലങ്സിലേക്ക് പമ്പ് ചെയ്യുന്നത്. ഈ ആക്ഷൻ ഉണ്ടാവുന്നതിന് കാരണം ഹാർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസാണ് ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട് എപ്പോൾ കോൺട്രാക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ ഹാർട്ട് ബീറ്റിനെ പറ്റി നമ്മൾ അവെയർ അല്ല. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ചാടി കയറുമ്പോഴോ ചാടി ഇറങ്ങുമ്പോഴോ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ നെക്ക്, ചെസ്റ്റ്, അതുപോലെ റിസ്റ്റിലൊക്കെ സ്ട്രോങ് ആൻഡ് റാപ്പിഡ് ആയിട്ടുള്ള പൾസ് ഉണ്ടാവും. അതായത് ഹാർട്ട് ബീറ്റിന് സ്പീഡപ്പ് ചെയ്യാനും പറ്റും, സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും. കാരണം ഹാർട്ട് ബീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നെർവ്സും അതുപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന കെമിക്കൽസുമാണ്. ആൻഡ് ഹാർട്ട് വയർ ചെയ്തേക്കുന്നത് ഇലക്ട്രിക്കൽ ടിഷ്യൂ വെച്ചിട്ടാണ്. അതായത് ഒരു സ്റ്റീരിയോയിൽ വയേഴ്സ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ. ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് മാതിരി ഹാർട്ടിനൊരു പേസ് മേക്കർ ഉണ്ട്. ഈ പേസ് മേക്കറാണ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതും ഹാർട്ട് മസിൽസിനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതും. ഇത് ഒരു ദിവസം 24 മണിക്കൂർ, ഒരു വർഷം 365 ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സാണ്, വിത്തൗട്ട് എനി റെസ്റ്റ്. അതായത് എപ്പോഴും ഇത് നടക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ തന്നെ. ഇലക്ട്രിക്കൽ സിസ്റ്റം ഇല്ലാതെ ഹാർട്ടിനെ കോൺട്രാക്റ്റ് ചെയ്യാനോ ബ്ലഡിനെ പമ്പ് ചെയ്യിപ്പിക്കാനോ സാധിക്കില്ല. അപ്പോൾ ബ്ലഡ് സർക്കുലേറ്റും ചെയ്യില്ല, ബോഡിക്ക് ആവശ്യത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും ലഭിക്കില്ല. ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ കോൺഷ്യസ്നെസ് നഷ്ടമാവും. അതുപോലെ തന്നെ വിത്തിൻ മിനിറ്റ്സ് അയാൾക്ക് ഡെത്ത് സംഭവിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ആവശ്യമാണ്. ഈ പേസ് മേക്കറും അനുബന്ധമായിട്ടുള്ള വയറിങ്ങും ഹാർട്ടിൻ്റെ അപ്പർ ആൻഡ് ലോവർ ചേമ്പേഴ്സിൻ്റെ കോൺട്രാക്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുതൽ പവർഫുള്ളാവും. സോ പേസ് മേക്കറിന് അതിൻ്റെ ജോബ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ചെയ്യാൻ പറ്റും. നോർമലി നമുക്കെല്ലാം നാച്ചുറൽ പേസ് മേക്കറാണ്. അത് ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയം, അതായത് അപ്പർ ചേമ്പറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് റെഗുലർ ആൻഡ് റിതമിക് പാറ്റേണിൽ ഫയർ ചെയ്യുമ്പം നമ്മുടെ ഹാർട്ട് ബീറ്റും ഹാർട്ട് റിതവും റെഗുലേറ്റ് ആവും. ഈ സ്പാർക്ക് പ്ലഗിനെയാണ് സൈനോ ഏട്രിയൽ ഓർ സൈനസ് നോഡ് എന്ന് പറയുന്നത്. ഇത് റെസ്റ്റ് ഓഫ് ദ ഹാർട്ടിലേക്ക് സിഗ്നൽസിനെ സെൻഡ് ചെയ്യും. സോ മസിൽസ് വിൽ കോൺട്രാക്റ്റ്. റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് നോർമൽ ഹാർട്ട് ബീറ്റ് ആയിരിക്കും. അതായത് സീരീസ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച് ഒരു സെക്കൻഡിൽ ഒരു ഹാർട്ട് ബീറ്റ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുന്നത്. അതായത് നോർമൽ പൾസ് റേറ്റ് എപ്പോഴും 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരിക്കും റെസ്റ്റിലായിരിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ട് ഷെയർ ചെയ്യുക. കൂടുതൽ സയൻസ്, മാത്സ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് വീഡിയോസിനായി സൈ മാത്ത് ടെക് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.